ഗൈസിന് പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. അപ്പം അഡ്മിഷൻ എടുക്കാൻ പോവാണ് ഗൈസ്. +1 ഞാൻ 10ലായിരുന്നു. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എനിക്ക് KPM ഹ്യൂമാനിറ്റീസ് വന്നു. സത്യത്തിൽ ഞാൻ ഹ്യൂമാനിറ്റീസ് വെച്ചിട്ടില്ല, സയൻസ് ഒന്നും വെച്ചിട്ടില്ല. ഞാൻ കൊമേഴ്സ് മാത്രമേ വെച്ചിട്ടുള്ളൂ. എനിക്ക് കൊമേഴ്സ് ഇഷ്ടം അതുകൊണ്ട്. പക്ഷേ എനിക്ക് ഒന്ന് അക്ഷയക്കാർ വെച്ച് തന്നു എന്നെ വിളിച്ചേക്കുന്ന ഹ്യൂമാനിറ്റീസിന്. എന്തിനാ അവർ കൊണ്ട് വെച്ചതെന്ന് എനിക്ക് അറിയില്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്നെ വിളിച്ചത് സേവന്യ സ്കൂളിൽ. സേവന്യ ഇവിടുന്ന് എനിക്ക് 2 ബസ് കാരണം ഒരുപാട് ദൂരെയാണ്. അതുകൊണ്ട് അവിടെയും പോയി ടെമ്പററിയാണ് എടുത്തത്. അപ്പോൾ തേർഡ് പിന്നെയും KPM കൊമേഴ്സ് തന്നെ വിളിച്ച്. അപ്പം പോവാണ്, അഡ്മിഷൻ എടുക്കാൻ പോകണം. ഇനി ഇവിടുന്ന് തേവന്യ പോയിട്ട് അവിടുന്ന് വിക്സ് മുട്ടായി വായിക്കിടക്കുന്നു. അവിടുന്ന് തേവന്യ പോയിട്ട് ഇവിടുന്ന് തേവന്യ പോയിട്ട് അവിടുന്ന് സർട്ടിഫിക്കറ്റ്സ് എല്ലാം മേടിച്ചിട്ട് അത് കൊണ്ടുവന്ന് ഇനി KPM കൊടുത്ത് പെർമനൻ്റ് അഡ്മിഷൻ എടുക്കണം. പിന്നെ വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം വേറെ സ്കൂളിലോട്ടോ അല്ലോ. ഞാൻ ചെയ്യുന്നില്ല, പക്ഷേ ഇവിടെ തന്നെ പോവാണ്. തൊട്ടടുത്ത സ്കൂളാണ്. ഇതാണ് പുതിയ വേഷം. ഇപ്പം ചീത്ത ഇട്ടിരിക്കുവാണ് അമ്മയുടെ കയ്യിൽ നിന്ന്. കണ്ട ബാക്ക് നനഞ്ഞിട്ടില്ല, ഫ്രണ്ട് നനഞ്ഞ് വണ്ടിയിൽ വെളിയിൽ പോയി മഴക്ക് കിട്ടി, മഴയത്തിറങ്ങി. പിന്നെ ഈ മഴയൊക്കെ നല്ല രീതിയിൽ പെയ്യുന്നു. 4 മണി വരെ ടൈമുള്ളൂ. അതിനുള്ളിൽ പോയി ഇതെല്ലാം മേടിച്ചുകൊണ്ട് ഇത് കൊടുക്കണം. അതിന് എത്ര നേരം എടുക്കുമെന്ന്. ഇപ്പോഴും പെരുമഴ. ഇപ്പോഴത്തെ കാലാവസ്ഥ ഭയങ്കര ബോറാണ്. രാവിലെ തൊട്ട് പെരുമഴയായിരിക്കും എപ്പോഴും. മുടിയൊക്കെ ഇച്ചിരിയേ വളർന്നുള്ളൂ ഗൈസ്. ഞാൻ ഒന്ന് വ്ലോഗ് ഇട്ടപ്പോൾ കമൻറ്റ് ഇട്ടേക്കുന്നുണ്ട് ഹെൽമെറ്റ് ഏതാ മുടി ഏതാണെന്ന് അറിയാൻ പറ്റുന്നു. ഇപ്പം മുടി പോലും ഇല്ല തലയിൽ വെട്ടിക്കൊടുത്ത ശേഷം. അപ്പോൾ ഗൈസ് സേവനൂര് പോയിട്ട് കാണിക്കുക. ഗൈസ് അപ്പം പോകേണ്ട അടുത്തെല്ലാം പോയി. തേവന്യൂ പോയി അവിടുന്ന് ഈ സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വന്ന് ഇവിടെ KPM സ്കൂളിൽ കൊടുത്ത്. പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര മഴയായിരുന്നു. ഇപ്പോൾ ആണെങ്കിൽ കൊട്ട വെയിൽ, ഇടയ്ക്കിടയ്ക്ക് മഴയും വെയിലുമായിട്ട് ഇരിക്കുവാണ്. അവിടെ കൊണ്ട് കൊടുത്ത് കഴിഞ്ഞപ്പോൾ അവരെന്നെ കൊണ്ട് എഴുതി മേടിപ്പിച്ച് ഈ സ്കൂളിലെ നിയമങ്ങളെല്ലാം പാലിച്ച് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് എഴുതിപ്പിച്ച് ഒപ്പിടിപ്പിച്ച്. എന്തിനാണോ എന്തോ അറിഞ്ഞൂടാ ഗൈസ്. അപ്പം ചുമ്മാ ഇരുന്നിപ്പോൾ ബാക്കി വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. വെയിലായതുകൊണ്ട് ആരുമില്ല. അപ്പം ഇനി സ്കൂളിൽ പോയാൽ മതി. അന്ന് ഫോൺ കൊണ്ടുപോകാൻ പറ്റുമോ അതൊന്നും പറയാൻ പറ്റൂല ഗൈസ്. ഇവിടുത്തെ നിയമത്തിൽ ഇനി ഫോൺ കൊണ്ടുപോകൂടെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയി കഴിഞ്ഞ് തന്നില്ലെങ്കിലോ കണ്ണ് അറിയുന്നത്. ഇത് ഭയങ്കര ലൈറ്റ് അടിക്കുന്നു ഗൈസ്. അപ്പം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു, ഭയങ്കര ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ.